അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നുപോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ മെയ് 26 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. നാട്ടിലെ ഉണർവ് കരവാളൂർ മെയ് 29, 30 തീയതികളിൽ വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം കോയിപ്പുറം ഓഡിറ്റോറിയം, കരവാളൂർ. ആമേൻ. കർത്താവിൻ്റെ വന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ദൈവജനത്തിൽ നമ്മൾ ഉടനീളം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവജനം പറയുകയാണ്, ആമേൻ, ഒരു ശത്രുവും നിന്നെ ജയിക്കുവാനിടയാക്കത്തില്ല. ആമേൻ. ഒരായുധവും നിൻ്റെ മേൽ ഫലിക്കത്തില്ല. ആമേൻ. കർത്താവിൻ്റെ ഫേവർ നിൻ്റെ മേലുണ്ട്. ഒരു ശത്രുവും നിന്നെ ജയിക്കാത്തതിന് കാരണം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ എനിക്ക് വിരുന്നൊരുക്കുന്നവനാണ്, ശത്രുവിന് മുമ്പിൽ വിരുന്നൊരുക്കുന്നവനാണ്. ഇതിനെല്ലാം കാരണമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രസാദം എൻ്റെ മേലുണ്ട്, ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ആമേൻ, നിങ്ങളെല്ലാവരും ഒരു ചരിത്രമായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്നത് ഏത് മേഖലയാണെങ്കിലും ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ചരിത്രമായി തീരും. നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മേലുണ്ട്. ഐ മീൻ, ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ജയത്തിൻ്റെ ആ പ്രസാദത്തിൻ്റെ അനുഭവത്തിൽ, ഐ മീൻ, ഏത് മേഖലയിലും കർത്താവിനോടൊപ്പമായിരിക്കുന്ന അനുഭവത്തിൽ ആയിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവപ്രസാദം നിങ്ങളുടെ കൂടെ ഉണ്ട്. എനിക്കും അറിയാം. പക്ഷേ ഞാനത് അനുഭവിക്കുന്നില്ല എങ്കിൽ, അടുത്തിരിക്കുന്ന ആളോട് പറ, സീരിയസ് ആയി കേൾക്കാൻ പറ. ഞാനത് അനുഭവിക്കുന്നില്ല എങ്കിൽ റിസ്റ്റോർ യുവർ ലൈഫ്. നാളത്തെ ദിവസം ജോലിക്ക് പോണ്ട, നാളത്തെ ദിവസം വീട്ടിനകത്ത് മുറി അടച്ചിരുന്ന് കർത്താവിനുമായി ചെലവഴിക്ക്. റിസ്റ്റോർ യുവർ ലൈഫ്, റിസ്റ്റോർ യുവർ ലൈഫ്. ആരാധിക്കേ, പാട്, സ്തുതിക്കേ, പാട്. എവിടെയാ ഞാൻ ആ ഫെലോഷിപ്പ് മുറിച്ചതെന്ന് കണ്ടെത്ത. റിസ്റ്റോർ യുവർ ഫെലോഷിപ്പ്. നിങ്ങൾക്കറിയോ ജോസഫിനെ? നിങ്ങൾക്കറിയാവോ ജോസഫ് പിടിക്കപ്പെട്ട കാര്യം എന്നാണെന്നറിയോ? സ്വന്തം യജമാനന്റെ ഭാര്യയെ മോശം പ്രവർത്തി അല്ലെങ്കിൽ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നതായിരുന്നു ജോസഫിന്റെ മേലുള്ള കുറ്റം. കുറ്റം തെളിവാക്കാൻ ജോസഫിന്റെ വസ്ത്രം മുഴുവൻ അവൾ പിടിച്ചു വെച്ചിരുന്നു. ജോസഫ് വസ്ത്രമില്ലാത്തവനായിട്ട് ഓടിപ്പോയെ. ആ കാരണത്തിലാണ് ജോസഫിനെ ജയിലിലടച്ചത്. ജയിലിലടച്ച റീസൺ എന്താ? സ്വന്തം യജമാനന്റെ ഭാര്യയോട് മോശം പ്രവർത്തിച്ചു, ഇമോറലായി ചെയ്തു. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? അത് എഴുതിയിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് ബൈബിൾ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ ജയിലിലായെന്ന് മാത്രം, അവനെ കോപിച്ച് ജയിലിലാക്കി, അത്രയാണ് ആ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ പാഴോട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വളരെ കൂടുതലാണ്. പക്ഷെ ജയിലിലായ ജോസഫ്, അവന്റെ കൂടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ജയിലിലായി അവൻ കഷ്ടത അനുഭവിച്ചു എന്നല്ല, അടുത്തിരിക്കുന്നവരോട് അല്ല. ജയിലിലായി അവൻ വേദനയിലൂടെ ഇങ്ങനെ കടന്നുപോയി, അവൻ ദൈവത്തോട് നിലവിളിച്ചു. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. പറ, അടുത്തിരിക്കുന്നവരോട് അങ്ങനെയൊന്നും എഴുതിയിട്ടില്ലെന്ന് പറ. അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. അവൻ ജയിലിലായെന്ന് എഴുതിയതിന്റെ പിറ്റേ വാക്ക് ഇതാണ്. പക്ഷേ കാരാഗൃഹർ പ്രമാണിക്ക് ജയിലിലായ ഈ കള്ളപ്പുള്ളിയെ, മോശം പറയുന്ന ഈ പുള്ളിയെ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദൈവം അവന്റെ കൂടെ ഉണ്ട്. ഞാനായിരുന്നെങ്കിൽ എഴുതിയാനെ, ബൈബിൾ എഴുതിയത് ഞാനാണെങ്കിൽ എഴുതിയാനെ. അവനെ കഷ്ടപ്പാടിലൂടെ, വേദനയിലൂടെ, ദുഃഖത്തിലൂടെ ഒന്നും എഴുതിയിട്ടില്ല. ജിജോ എഴുതിയിരിക്കുന്ന സോളി എന്നെ എഴുതിയിരിക്കുന്നെന്നറിയോ? ആ ചെന്ന ദിവസം തന്നെ ഈ കള്ളൻ എന്ന് പിടിക്കപ്പെട്ട്, മുദ്രയിടപ്പെട്ട്, നാട്ടുകാരാൽ അപമാനിക്കപ്പെട്ട്, ജയിലിലാക്കിപ്പെടുന്ന അവനെ നോക്കിയപ്പോ
ഇവൻ ഈ പറഞ്ഞ പോലെയൊന്നും തോന്നുന്നില്ലല്ലോ, ഇവനെ കാണുമ്പോ ഇവന്റെ മേൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഇവന്റെ മേൽ ദൈവം ഉണ്ടല്ലോ എന്ന കാരാഗ്രഹ പ്രമാണിക്ക് തോന്നുക. രണ്ട് പൊട്ടീര് കൊടുക്കേണ്ട സ്ഥലത്ത് രണ്ട് ഉമ്മ കൊടുക്കുന്നതാ കാണുന്നേ. Are you following me? നിങ്ങൾക്കൊരു കാര്യം അറിയോ? അത് കഴിഞ്ഞ് അടുത്ത വാചകം എഴുതിയിരിക്കുന്നത്, അവന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അവന് ജയിലിന്റെ DGP അല്ലെങ്കിൽ അവിടുത്തെ ജയിലിന്റെ ഏറ്റവും ഉയർന്ന അധികാരി സ്ഥാനം മാറിയിട്ട് പറഞ്ഞു, ഇനി മുതൽ ജയിലിൽ നീ ഭരിച്ചോ, നിന്നെ പോലെ എനിക്ക് ഭരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലെന്ന്. കള്ളന്മാരുടെ നിയന്ത്രണം, അവരുടെ കൺട്രോള്, DGP മാറിയിട്ട് അതേ പൊസിഷൻ. വേദവചനം പറയുന്നത് താൻ ജയിലിലുള്ള ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ലെന്ന്. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞ ജോസഫ് ആയിരുന്നു അവിടുത്തെ DGP. നിങ്ങളെന്താ കൈയടിക്കാത്ത, രാമേൻ പറയാത്ത? നിന്നെ നാട്ടിലെല്ലാവരും മുദ്ര കിട്ടിയെന്ന് വരാൻ ജോൺ കാരുവേ, പക്ഷേ യു ലീവ് ഇൻ ഫേവർ. നിന്നെ നാട്ടിൽ മുഴുവൻ അപമാനിച്ചെന്ന് വരാം, പക്ഷേ you will walk in the favor. People will salute you because of the favor. എത്ര പേർക്ക് ഒരു ആമേൻ പറയാം? അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുന്ന സ്ഥലത്ത് you will walk in the favor. സ്വന്തം യജമാനന്റെ ഭാര്യയോട് മോശം കാണിച്ചവനെന്ന് ആരും അവനെ നോക്കി കമന്റ് പറഞ്ഞില്ല. ആ ആക്ഷേപം അവന്റെ തലയിൽ വന്നില്ല. അവന് നേരെയുള്ള അക്യൂസേഷൻ സ്ട്രോങ് ആയിരുന്നു, എവിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു എവിഡൻസും ദൈവം കൂടെ നിന്നാ നിൽക്കത്തില്ല, ഒരു പരിപാടിയും നടക്കത്തില്ല. നിനക്ക് നേരെ എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ന്യായവിസ്താരത്തിൽ നീ അതിനെ ന്യായം വിധിക്കും. You will walk in the favor. Nobody can stop you. ഇത് എനിക്കുള്ള സീസണാ കേട്ടോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇങ്ങനൊരു ഫേവർ അനുഭവിക്കുന്നില്ല എങ്കിൽ റിസ്റ്റോർ യുവർ ക്രിസ്ത്യൻ ലൈഫ്. എവിടെയോ നിങ്ങളുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാട്ട് പാടുന്നോ പ്രാർത്ഥിക്കുന്നതോ അല്ല, ദൈവവുമായി സംസാരിക്കുന്ന, ദൈവത്തെ അനുഭവിക്കുന്ന ആ അനുഭവം എവിടെയോ ഇടിഞ്ഞിട്ടുണ്ട്. ആ അനുഭവം ഇടിഞ്ഞു എന്ന് തോന്നുന്നവരോട് എനിക്ക് പറയാനുള്ളത്, റീബിൽഡ് യുവർ ആൾട്ടർ. നിന്റെ ആ ആൾട്ടറിനെ അല്ലെങ്കിൽ നിന്റെ യാഗപീഠത്തെ ഒന്ന് പണിഞ്ഞാട്ടെ. എന്നിട്ട് പറ, കർത്താവേ കർത്താവേ കർത്താവേ, എവിടെയാ ഞാൻ അങ്ങയുമായി സംസാരിക്കാതായത്? എവിടെയാ ഞാൻ പുറകോട്ട് പോയത്? എവിടെയാ എനിക്ക് പാട്ടുകൾ കിട്ടാതായത്? എവിടെയാ എനിക്ക് ദൈവശബ്ദം കേൾക്കാതെയായത്? എവിടെയാ എനിക്ക് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടത് എന്ന് സ്വയം ഒന്ന് ചോദിക്കേ. ചോദിച്ചിട്ട് നിന്റെ ലൈഫിനെ റിസ്റ്റോർ ചെയ്യേ. ദിസ് ഈസ് യുവർ സീസൺ. ഇസ്രായേൽ ജനത്തോട് ചോദിക്കാൻ, നിങ്ങള് പുറപ്പാട് 12:31 വാക്യങ്ങൾ ഇസ്രായേൽ ജനത്തോട് ചോദിക്കാം. അവര് പറയും, ഇസ്രായേൽ ജനം മുഴുവൻ അല്ലെങ്കിൽ മിസ്രൈമിൽ മുഴുവൻ ഒരു മരണം നടന്നു. ഫറവോന്റെ കൊട്ടാരം മുതൽ താഴെയുള്ള വേലക്കാരന്റെ വീട് വരെ ആളുകൾ മരിച്ചിരിക്കുക. മരിച്ചതിന്റെ കാരണം ഇസ്രായേലാണ്. ഒന്ന് ചിന്തിച്ചേ, ഞാനാണ് നിങ്ങളുടെ വീട്ടിലെ ഒരാളുടെ മരണത്തിന്റെ കാരണമായെന്ന് വിചാരിക്കേ. നിങ്ങളുടെ വീട്ടിലെ ഒരു നായയുടെ ഒരു പശുവിൻ്റെ മച്ചം അത് ചാവുവാൻ കാരണമായത് ഞാനാണ് കാരണമായെന്ന് വിചാരിക്കേ. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? ഒരു പച്ച വെള്ളം തരത്തില്ല, ഇറങ്ങണ പുറത്തെന്ന് പറയും. വേണമെങ്കിൽ ചൂടുള്ള എടുത്ത് മുഖത്തേക്ക് ഒഴിക്കും. എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് നീ എന്നോട് എന്ന് പറയും. അങ്ങനെയല്ലേ? പക്ഷെ ഇസ്രായേൽ ജനത്തെ നോക്കാവോ? ദൈവത്തിന്റെ ഫേവർ അവരുടെ മേൽ വന്നു. ഇവര് കാരണം അവര് മരിച്ചേ. പക്ഷെ ആ വീട്ടിൽ ചെന്നപ്പോ ശവസംസ്കാരം നടക്കുന്നിടത്തുനിന്ന് അവർ എഴുന്നേറ്റിട്ട് അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് അവരുടെ കൈ കൊടുത്തു. അതിന്റെ കാരണം എന്തായിരിക്കും? ശവം അടക്കുന്നതിനിടയിൽ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്തായിരിക്കും? അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ വരുന്ന ജനത്തിന്റെ കൂടെ ദൈവം ഉണ്ടാവും.
നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് തോന്നി ആരോടും സ്തോത്ര കാഴ്ച ഇടാനൊന്നും പറയേണ്ടത്, അത് ഇങ്ങോട്ട് വന്നോണ്ടേയിരിക്കും. അനുഗ്രഹം നിങ്ങളുടെ പുറകെ നടക്കാനുള്ളതാന്നേ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ നന്നായി അനുഗ്രഹിക്കുവല്ലെന്നേ. കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് അനുഗ്രഹം നിങ്ങളുടെ പുറകിലാന്നേ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ മാറിയാൽ, ഇത് ചെയ്താൽ ദൈവം തന്നെ അനുഗ്രഹിക്കുക, അങ്ങനെയല്ലെന്നേ. ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട്, സ്വർഗം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് സ്വർഗത്തിലുള്ളത് മുഴുവൻ നിങ്ങളുടെയാന്നേ. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. ഇറ്റ്സ് എ ക്വയറ്റ് ബിഗ് ഡിഫറൻസ്. ആർ യു ലിസണിംഗ്? എന്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ പറയാവോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, ഈ ഫേവർ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാവോ? അടുത്തിരിക്കുന്നവരോട് സ്വയം ചോദിച്ചേ, ഈ ഫേവർ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ന്യൂ ഇയർ മെസ്സേജിലേക്ക് വരാൻ പോവുക. ഒരു വാക്ക് പറയാം. ഈ വർഷം ദൈവം നമ്മളോട് പറഞ്ഞൊരു വാചകം നിന്നോണ്ട് കേട്ടാൽ മതി. നമ്മളെ ഫ്ലെയിംസ് ഓഫ് ഫയർ ആക്കുമെന്നോ. ദൈവം തന്നെ അഭിഷേകത്തെ എൻ്റെ മേൽ പകരുമെന്നോ. അന്ത്യകാലത്തിന് മാത്രമുള്ള പ്രത്യേകത അറിയാവോ? തൻ്റെ ആത്മാവിനെ അവൻ തൻ്റെ ജനത്തിൻ്റെ മേൽ പകരും. സൗരങ്ങളൊരു കാര്യം അറിയാവോ? പഴയ നിയമത്തിലെ ഹിസ്റ്ററി നോക്കിയാലും പുതിയ നിയമത്തിലെ ഹിസ്റ്ററി നോക്കിയാലും രണ്ട് കാര്യം കാണാം. അടുത്തിരിക്കുന്നവരോട് പറ, രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന്, ആ ഹിസ്റ്ററി ആരംഭിക്കുന്നത് ഒരു ദൈവിക സന്ദർശനത്തിലൂടെയാണ്. രണ്ട്, ആ ഹിസ്റ്ററി ആരംഭിക്കുന്നത് ഒരു ചെറിയ സ്വപ്നം കണ്ടതിലൂടെയാണ്. ചോദിക്കാം, അബ്രഹാമേ നീ എന്താ കണ്ടത്? അബ്രഹാം പറയും, ഞാനൊരു ദൈവിക സന്ദർശനം എനിക്കുണ്ടായി. യാക്കോബേ നിനക്കെന്താ ഉണ്ടായത്? രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു ഏണി മുകളിൽ വെച്ചിരിക്കുന്നത് കണ്ടു, താഴോട്ടും മേലോട്ടും ദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതും കണ്ടു. അവിടെ നിന്നോണ്ട് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, നിന്നെ ഞാൻ മടക്കി വരുത്തും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നത്തിങ് മോർ. ഒരു സ്വപ്നം. നേരെ യാക്കോബിൽ നിന്ന് ജോസഫിലേക്ക് പോകാൻ. ജോസഫ്, നിന്റെ അനുഗ്രഹം, നീ ഒരു ഹിസ്റ്ററി ആയത് എങ്ങനെയാ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നത് കണ്ടു. 11 കറ്റകൾ എഴുന്നേറ്റിട്ട് എന്നെ നമസ്കരിക്കുന്നത് കണ്ടു. വലിയ സ്വപ്നമൊന്നുമല്ല, പക്ഷെ ആ ഒറ്റ സ്വപ്നമാണ് അവന്റെ ചരിത്രമായത്. നിങ്ങളും ഞാനും എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു, നമ്മൾ അതിന് വാല്യൂ കൊടുക്കില്ലെന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ചില സ്വപ്നങ്ങൾ നിന്റെ ചരിത്രം മാറ്റാനുള്ളതാ. കുറച്ചും കൂടെ കയറി പറയുവാ, ചില സ്വപ്നങ്ങൾ നീ ഒരു ചരിത്രമാക്കാനുള്ളതാ. ഓ ലവ് യു ജീസസ്. ഓ ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ, അത് നിമിത്തം നീ ഒരു ചരിത്രമാകാൻ പോകുന്നു. ഇത്രയും പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇന്ന് പകൽ ഞാൻ ചിലരുടെ മേൽ സ്വപ്നം കാണുന്ന അനുഭവത്തെ പകരും, വിഷനുകളെ പകരും. സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ഇന്ന് പകൽ മുതൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. Right now. ഇന്ന് നിങ്ങൾ പോയി ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മയങ്ങാൻ നേരത്തെ പറയണം, കർത്താവേ ഈ മയക്കം കഴിയുമ്പോൾ സ്വപ്നത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങും. നമ്മുടെ ഹോമിയോ ഡോക്ടർ എന്നെ കേൾക്കുന്നു. ഡോക്ടറിന് ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ ഉണ്ടാകും. രണ്ട് വിധത്തിലാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ചിലപ്പോൾ അപകടങ്ങളും അനർത്ഥങ്ങളും നീ കാണും. അതിന്റെ കാരണം നിന്റെ പുറകെ പിശാചു വെച്ചിരുന്ന അനർത്ഥങ്ങളെ കുറിച്ച് കർത്താവ് നിന്നോട് സംസാരിക്കുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം, വലിയ വെളിച്ചമുള്ളൊരു സ്ഥലം. അത് മോൾക്ക് എവിടാന്ന് മനസ്സിലാകത്തില്ല. മോൾ ഇങ്ങനെ പോകുന്നത് കാണാം. ഇത് നീ കണ്ടു കാണും. ഞാൻ പറയുന്നത് ശരിയാണോ? അത് നിന്നോട് കർത്താവ് സംസാരിക്കുക, ഒരു ശുശ്രൂഷയിലേക്ക് ഞാൻ നിന്നെ വിളിക്കുവാണെന്ന്. ചിലരുടെ ഉള്ളിൽ സ്വപ്നങ്ങളുടെ പോർട്ടലുകൾ തുറക്കാൻ പോകുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ റിസീവ് ചെയ്താട്ടെ. ചിലരുടെ ലൈഫിൽ സ്വപ്നങ്ങളുടെ പോർട്ടലുകൾ തുറക്കാൻ പോകുന്നു.
കമോൺ, കൈയടിച്ചൊരു ആമേൻ പറ. നിങ്ങൾ ഇന്നു മുതൽ, ഈ പകൽ മുതൽ സ്വപ്നങ്ങൾ കാണാൻ പോകുന്നു, ദർശനങ്ങൾ കാണാൻ പോകുന്നു. റിസീവ് ഇറ്റ് നൗ. കമോൺ, വർഷിപ്പ് ഹിം ലൗഡ് അബഹാസോ. ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നിട്ട് പുഷ്ടിയുള്ള 7 പശുക്കളെ തിന്നുകളയുന്നു. ഒരു സിംഹം ഒരു ആട്ടിൻകുട്ടിയെ തിന്നുന്ന കണ്ടാൽ അതിനതൊരു ഭയാനതയില്ല. ഒരു സിംഹം ഒരു ആനയെ തല്ലിക്കൊന്ന് തിന്നുന്നതായി കണ്ടാലും അതിന് ഭയാനകതയില്ല. കാരണം നമുക്കറിയാം കാട്ടിലെ രാജാവ് അവൻ. പക്ഷെ പശുക്കൾ പുല്ലേ തിന്നത്തുള്ളൂ, സാധു മൃഗമാണ്. അത് വേറൊരു പശുവിനെ തിന്നുന്ന കണ്ട ഭയം തോന്നും. നമ്മൾ ആ ഭയം കാണുന്ന സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ നിരാശാജനകമായത് നമ്മളെ സംഭവിക്കുന്നു എന്നത് നമ്മുടെ ഉള്ളിൽ തോന്നൽ വരിക. പക്ഷെ നിങ്ങൾക്കറിയാവോ, ഒരു വലിയ ചരിത്രം അതിനകത്ത് ദൈവം സംസാരിച്ചതാ. ഓ, ഇസ് ക്വയറ്റ് ബിഗ്. 14 കൊല്ലത്തെ ഒരു വലിയ ചരിത്രം. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. ഇസ്രയേലിനെ അടുത്തൊരു പ്രതലത്തിലേക്ക് ഉയർത്താനുള്ള ചരിത്രം. ജോസഫിനെ താൻ കിടക്കുന്ന കാരാഗ്രഹത്തിൽ നിന്ന് ഉയർത്തിയിട്ട് സിംഹാസനത്തിൽ ഇരുത്തുവാനുള്ള ചരിത്രം. നിങ്ങൾ സ്വപ്നം കാണുമ്പോ അത് ചെറുതാന്ന് വിചാരിക്കരുത്. കുണ്ട്രയിൽ നിന്ന് ഷേവ് ചെയ്ത് നേർത്ത വസ്ത്രം ധരിച്ച് മുദ്രാമോതിരമിട്ട് ഇവൻ രാജാവിന് തൊട്ടു താഴെ എന്ന് പറയത്തക്ക വിധത്തിലേക്ക് ഉയർത്തുന്നതുമാകാം സ്വപ്നങ്ങൾ. ഒരു സ്വപ്നം ജോസഫിന്റെ ലൈഫിനെ തലതിരിച്ചു വെച്ചു. Are you following me? Are you following me? ഞാൻ നിങ്ങളുടെ ഹൃദയത്തെന്ന് പറയാം, ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനെന്ന, ഞാൻ നിങ്ങളുടെ പ്രവാചകനെന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ രാത്രി മുതൽ ശ്രേഷ്ഠമായ ചരിത്രം മാറ്റുന്ന സ്വപ്നങ്ങൾ ചിലർ കാണാൻ പോകുന്നു. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോഴാണ് ഭയമുണ്ടാകുന്നത്, പരാജയം മണക്കുന്നത്, അല്ല നമ്മുടെ കോൺഫിഡൻസ് നഷ്ടമാകുന്നത്, പല വിധത്തിൽ നമ്മുടെ ജീവിതം താഴോട്ട് പോകാൻ തുടങ്ങുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, നിങ്ങൾ ദൈവമായുള്ള ബന്ധത്തെ റീസ്റ്റോർ ചെയ്യാട്ടെ. എവിടെയാണ് നിങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് കണ്ടെത്തിയിട്ട് ആ ബന്ധത്തെ റീസ്റ്റോർ ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നിങ്ങളെ വിട്ടുപോകത്തില്ല. നിങ്ങൾ കർത്താവുമായി അടുപ്പത്തിലേക്ക് വന്നാട്ടെ, ആ ശബ്ദം കേൾക്കുന്ന വിധത്തിലേക്ക് വന്നാട്ടെ. ഹല്ലേലൂയ. ദൈവപ്രസാദമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം തോന്നുവാനിടയാകും. നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുവാനിടയാകും. എല്ലാവർക്കും നിങ്ങളോട് ഇഷ്ടം തോന്നും. നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ആ ഫേവർ നിങ്ങൾ അനുഭവിക്കാനിടയാകും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. 11 വർഷമായി ഇറക്കറന്റ് ഫോളിപ്പ് എന്ന അസുഖത്തിൽ നിന്നും കർത്താവ് പൂർണ്ണമായി വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് റെക്കറന്റ് ഫോളിപ്പ്. 1000-ൽ ഒരാൾക്ക് വരുന്ന ഒരു പ്രശ്നമാണത്. ആ അസുഖത്തിൽ നിന്നും കർത്താവ് വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ്. മനസ്സിലായില്ലെങ്കിലും നമുക്കൊരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവിന്. എന്തോ അസുഖം പോളിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മെഡിസിൻ ഇല്ലാതെ, മെഡിസിൻ എപ്പോഴും കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. മെഡിസിൻ എപ്പോഴും കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. എന്തോ അസുഖം? എന്തുവാ? മൂക്കിൽ ദശ ഇങ്ങനെ ഒരു എന്താ ഗ്രേപ്സിൻ്റെ ഇതുപോലെ ഇങ്ങനെ കുറെ കൂട്ടായിട്ട് വരും. അപ്പം അത് ഒരു 3 പ്രാവശ്യം സർജറി ചെയ്തു. ലാസ്റ്റ് സർജറി ഫുള്ള് റൂട്ടോടെ എടുത്ത് കളഞ്ഞായിരുന്നു. പക്ഷെ മെഡിസിൻ നിർത്തിയാൽ വീണ്ടും വരും. സ്പ്രേയും ഒരു ടാബ്ലറ്റും ഉണ്ട്. അപ്പോൾ അത് രണ്ടും എപ്പം നിർത്തുമോ അപ്പം വീണ്ടും വരും. അപ്പോൾ വളർന്നിട്ട് തൊണ്ടയിൽ വന്ന് അടയും. അത് വളർന്ന് വലുതാവുമ്പോൾ തൊണ്ടയിൽ വന്ന് അടയും. മൂക്കിലുണ്ടാകുന്ന ഒരു മാംസം വളർച്ച ഉണ്ടാവുക, അത് ആ പോളിപ്പ് ഒരിക്കലും മാറത്തില്ല. അതിന്റെ വേരോട് എടുത്ത് കളഞ്ഞിട്ടും മരുന്ന് കഴിക്കണം. മേരോട് പറിച്ചു കളഞ്ഞിട്ടും അതുണ്ടായി.
അതിനതുകൊണ്ട് മരുന്ന് കഴിച്ചോണ്ടേ ഇരിക്കണം. അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. മരുന്ന് സ്റ്റീറോയിഡാണ്, അപ്പം നമുക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് വരാം. ഓക്കെ, അപ്പം നിർത്തി. അപ്പം പിന്നെ ഞാൻ ലാസ്റ്റ് ആറ്റിങ്ങലിലെ നാട്ടിലെ ഉണർവ് പ്രോഗ്രാം ബ്രദർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കോമൺ ആയിട്ട് ഞാൻ ഓൺലൈൻ കണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അലർജി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഫുൾ എനിക്ക് തുമ്മലായിരുന്നു, നിർത്താതെ തുമ്മി. അങ്ങനെ അത് പുറത്ത് വന്നു. ആ പോളിപ്പ് തനിയെ പുറത്തു വന്നു. പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല. എഴുന്നേറ്റൊരു നല്ല കൈയടി കൊടുക്കാം നമുക്ക്. കണ്ടിന്യൂസ് ആയി മരുന്ന് കഴിക്കേണ്ട സ്ഥലത്ത് നിന്ന് താൻ മരുന്ന് കഴിക്കുന്നില്ല എന്നാ പറയുന്നേ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയാം. ഇത് നമ്മൾ ആരും ചെയ്തതല്ല, ദൈവം ചെയ്തതാണ്. ഒന്ന് ചുണയായി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 12 വർഷത്തോളമായിട്ട് സിസ്റ്റർ ഒരു റിലേറ്റീവുമായിട്ട് പിണക്കത്തിലായിരുന്നു. എന്നാൽ 3 ആഴ്ച മുൻപ് ഇവർ തമ്മിൽ ഒരുമിച്ചു, വീണ്ടും അടുക്കുവാൻ. ക്യാൻസർ മാറുന്നൊക്കെ വലിയ കാര്യമാണ്. ഒന്ന് കൈയടിക്കാൻ പറയാം. എന്ന് 12 വർഷമായിട്ട് പിണങ്ങിയിരുന്ന ഫാമിലി ആയിട്ട് അവരടുത്തു. ഓക്കെ, കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദാറ്റ് ഇസ് ഗ്രേറ്റ്. അത് കർത്താവിന്റെ ഗുണമാണ് കേട്ടോ. ആമേൻ. ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന് കർത്താവ് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യമാണ് പറയാനുള്ളത്. ഈ സിസ്റ്ററിന്റെ പേര് രാധിക എന്നാണ്. കിള്ളിപ്പാലം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. സെപ്റ്റംബർ മാസം ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് വലത് കാൽമുട്ട് വല്ലാത്ത പെയിൻ ആയിരുന്നു. മുള്ളു പോലെ കുത്തുന്ന വേദനയായിരുന്നു. നടക്കാൻ പറ്റത്തില്ല, ഫുള്ള് കിടപ്പായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ ചർച്ച വിളിച്ചു പ്രാർത്ഥിച്ച് ആ സെക്കൻഡിൽ തന്നെ കർത്താവ് ആ കാൽമുട്ട് വേദന മാറ്റിയെന്നാണ് പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ബ്രദറിന്റെ പേര് അഖിൽ എന്നാണ്. ബാലരാമപുരം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ബ്രദറിന് ഹിന്ദുസ്ഥാൻ ലാക്ടസ് കമ്പനിയിൽ ട്രെയിനി ആയിട്ട് ജോലി കിട്ടി. എന്നാൽ പേരൂർക്കടയിലെ ഓഫീസിലാണ് കിട്ടിയത്. എന്നാൽ ബ്രദറിന് വീട്ടിൽ നിന്ന് പോയി വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിനടുത്ത് തന്നെ ഈ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ബ്രദർ ട്രാൻസ്ഫർ ചോദിച്ചപ്പോൾ സെക്ഷൻ ഹെഡ് കൊടുത്തില്ല. എന്നാൽ ബ്രദർ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ വീടിനടുത്തുള്ള കമ്പനിയിലേക്ക് സാക്ഷ്യപ്പെടും. കൂടാതെ മറ്റൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. ബ്രദറിന്റെ കാലിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. ബ്രദറിന്റെ സർജറി വേണമെന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു. ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു, അത് മാറിപ്പോയി എന്നാണ് തടിപ്പുണ്ടായിരുന്നു, അത് മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു. ഈ ബ്രദറിന്റെ ആന്റിയെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കർത്താവ് വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ബ്രദറിന്റെ പേര് ശ്രീകുമാർ, വട്ടിയൂർക്കാവിൽ നിന്നുമാണ് വരുന്നത്. ഈ ബ്രദറിന്റെ ആന്റി ഡയാലിസിസ് ചെയ്യുന്നതിനിടയിൽ അറ്റാക്ക് ഉണ്ടായി. ഉടനെ തന്നെ വെന്റിലേറ്ററിലേക്ക് കയറ്റി. ഡോക്ടേഴ്സ് പറഞ്ഞത് തിരികെ ജീവൻ ലഭിക്കാൻ പാടാണ്, വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഈ ബ്രദർ ചർച്ചിലെ ഒരു ലീഡറിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ബ്രദർ പറയുന്നത്, അന്ന് വെളുപ്പിന് കണ്ണു തുറന്നു, വെന്റിലേറ്ററിൽ നിന്നും പുറത്തെടുത്തു, ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മിറക്കിൾ സൺഡേ അഞ്ചലിൽ മെയ് 26 രാവിലെ 8:30 മുതൽ സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ അഞ്ചൽ. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ സ്ഥലം ദേവി ഓഡിറ്റോറിയം കാട്ടാക്കട. നാട്ടിലെ ഉണർവ് കരവാളൂർ മെയ് 29, 30 തീയതികളിൽ വൈകുന്നേരം 6:30 മുതൽ സ്ഥലം കോയിപ്പുറം ഓഡിറ്റോറിയം കരവാളൂർ. ആമേൻ. കർത്താവിൻ്റെ കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ, ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ, ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. കർത്താവേ പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എനിക്കൊരു കാഴ്ച കാണാനുള്ളത്, ഒരു വീട്ടിൽ മരണം നടന്നതിനെ പ്രതി ആ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരിച്ചു പോയതിനെ പ്രതി ആ കുടുംബം നിശ്ചലമായിരിക്കുന്നത് കാണാം. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഫ്രീസായതുപോലെ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കർത്താവെ ആ കുടുംബത്തെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ആ വീട്ടിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ യേശുവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ആ വീടിനെ പണിയണമേ അപ്പാ. യേശുവേ, ആ വ്യക്തികളെ പണിയണമേ അപ്പാ, വ്യക്തികളെ പണിയണമേ അപ്പാ, വ്യക്തികളെ പണിയണമേ അപ്പാ.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അതേപോലെ തന്നെ നെഞ്ചുവേദനയല്ല, എന്നാൽ നെഞ്ചിനും വാരിയലിൻ്റെയും ഇടയിലായിട്ട്, നെഞ്ചിനും വയറിനും ഇടയിലായിട്ട് ചെറിയൊരു പ്രയാസം തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് വേദന തോന്നുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ, ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. അതേപോലെ സ്കിന്നിൽ അലർജിയായ ഭാരത്തോടായിരിക്കുന്ന ഒരു വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ കൃപ ചലിക്കണമപ്പാ യേശുവേ, നിൻ്റെ കൃപ ചലിക്കണമപ്പാ. അതൊരു പഠിക്കുന്ന ഒരു കുഞ്ഞാണ്, 12 വയസ്സിൽ താഴെയുള്ളൊരു മോനാണ് കർത്താവെ. ആ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ആ സ്കിന്നിലായിരിക്കുന്ന അലർജി മാറിപ്പോകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ അപ്പാ, സൗഖ്യമാകട്ടെ അപ്പാ. യേശുവെ, അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നിറവിൽ ആമേൻ നമുക്കായിരിക്കാം. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.